ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാനായിട്ട്, അതായത് സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയിൻ ലീഡായിട്ട് അഭിനയിച്ച് സിനിമ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഞാൻ ഒരുപാട് കഥകളും ഒരുപാട് തിരക്കഥകളും ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിബോൺ ചാക്കോ എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാനിങ്ങനെ പറയുന്നു, എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നു, ഞാൻ എൻ്റെ ഭാവി സിനിമ ചെയ്യാനായിട്ട് മാറ്റിവെച്ച് നോക്കി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ മറ്റാരും ചെയ്യാത്ത ഇത്തരം ഒരു ഡിസിഷൻ എടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് നോക്കിയിരിക്കുന്നുവെങ്കിൽ എത്രമാത്രം കറേജ് എനിക്കുണ്ടായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. പിന്നെ ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി നല്ല അറിവ് എനിക്കുണ്ട്. ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി ഒരറിവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കിങ്ങനെ പറയാനും പ്രവർത്തിക്കാനും എൻ്റെ ഭാവി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിളായിട്ട് അതൊന്ന് നോക്കിയാൽ മതി, ചെക്ക് ചെയ്യാം. വേറെ ഒന്നും ആലോചിക്കണ്ട. എന്നെപ്പോലെ ഞാൻ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കാണത്തില്ല. ഒന്നെങ്കിൽ ആളുകൾക്ക് എൻ്റെ അത്രയും കഴിവില്ലായിരിക്കാം, അല്ലെങ്കിൽ കഴിവുള്ളവരാണെങ്കിൽ പോലും എൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നാലേ ഉള്ളൂ കാര്യം നടക്കത്തുള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ എന്നെ നോക്കുമ്പോഴത്തേനും ഏതോ ഒരു ഗുഡ് ഫോർ നത്തിങ് എന്നായിരിക്കും അങ്ങനെ തന്നെയുള്ള ആളുകൾക്ക് തോന്നുക. അപ്പം അതിന് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുമോ? ഞാൻ വലിയൊരു കോമ്പറ്റീഷൻ ഫീൽഡിലോട്ടാണ് ഇറങ്ങുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ തന്നെ അതിനൊരു പരിധിയുണ്ട്. ഞാൻ എൻ്റെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഓരോ ആളുകളുടെയും മുമ്പിൽ ഞാൻ ആരാണെന്നും എൻ്റെ ഉദ്ദേശം എന്താണെന്നും എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നും എൻ്റെ വർക്ക് എന്താണെന്നും എന്താണ് ഞാൻ സമൂഹത്തിന് ഓരോ വ്യക്തിക്കും ചെയ്യുന്ന സംഭാവന എന്നും ബോധ്യപ്പെടുത്തി അവരുടെ ഓരോ ആളുകളുടെയും സമ്മതം വാങ്ങിച്ചെടുത്ത് വിജയിക്കേണ്ട ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയധികം റിസ്ക് എടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരും അങ്ങനെ എടുക്കാനായിട്ട് തയ്യാറാകത്തുമില്ല. കാരണം എൻ്റെ സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ വീട് കെട്ടാനോ കല്യാണം കഴിക്കാനോ ഒന്നുമല്ല. എൻ്റെ ലക്ഷ്യം ഞാൻ നേടിക്കഴിയുമ്പോഴത്തേനും ബാക്കിയെല്ലാം എൻ്റെ സൈഡായിട്ട് എനിക്ക് വന്നു ചേർന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തെപ്പറ്റിയും ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റിയും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടുത്തെ സിസ്റ്റത്തിന് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പം എന്നെയും ബാധിക്കുന്നുണ്ട്. അത് ഞാനങ്ങ് സഹിക്കും. എനിക്ക് എൻ്റെ കാര്യം നടക്കണ്ടേ? ആരെങ്കിലും പറയുന്ന സമയത്ത് പറയുന്ന കാര്യം പോയി ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ഒരാളല്ല ഞാൻ. പിന്നെ എൻ്റെ സൗകര്യത്തിന് എൻ്റെ സമയത്തിന് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനമുള്ള ആണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ സൗകര്യമില്ല എന്നെനിക്ക് പറയാൻ പറ്റുന്നത്. ഞാനിങ്ങനെ പറയുകയും ജീവിക്കുകയും ചെയ്യുന്നത് എനിക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ടും ഞാൻ സമൂഹത്തിലെ ഓരോ ആളുകൾക്കും എന്നെക്കൊണ്ട് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അങ്ങനെയുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നത്, എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്, എനിക്കിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എനിക്കുള്ള സാഹചര്യങ്ങൾ കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ചിലർ അറിഞ്ഞുകൊണ്ടും ചിലർ അറിയാതെയും ഓരോ മനുഷ്യരും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്തിനാണ്? മനുഷ്യന് വേണ്ടി തന്നെ. അപ്പോൾ ഞാൻ പോലും വിചാരിച്ചാലും, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് പോട്ടെ പുല്ല്, ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല, സൗകര്യമില്ല എന്ന് വെച്ചാൽ പോലും എനിക്ക് ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് നടത്തിയെടുത്തേ തീരത്തുള്ളൂ. ആകെ എനിക്കുള്ളൊരു ഗുണം കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിന് കൊടുക്കേണ്ട വില മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വലുതാണെങ്കിലും, പക്ഷേ എനിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റുള്ള ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കെൻ്റെ കാര്യം നടന്നു കിട്ടാനുള്ള അവസരങ്ങളും അതിനുള്ള മറ്റ് അനുബന്ധങ്ങളും കിട്ടും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ ഭാവി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ സമൂഹത്തോടും സമൂഹത്തിലെ ഓരോ വ്യക്തിയോടും എന്നോട് തന്നെയും എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എനിക്കറിയാം. ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞു തീർക്കുകയോ ക്ഷമ പറയുകയോ ചെയ്യാതെ ഒരു ദിവസം ഉറങ്ങിത്തീർക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. എന്നെ മര്യാദ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പ്രശ്നമാണ്. അതിലൊരു പ്രശ്നമുണ്ട്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് ആർക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്, പിന്നെ ആർക്കാണ് അത് ബുദ്ധിമുട്ടായിട്ട് വരിക എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും കാര്യമാക്കി എടുക്കുന്ന ആളല്ല. കാരണം എനിക്കെൻ്റെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ഹ്യൂമന് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ, എങ്ങനെ ലൈഫിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ലോകത്തിൽ നിൽക്കാൻ പറ്റുമോ, അങ്ങനെ നിന്നെങ്കിലേ ഉള്ളൂ എനിക്കെൻ്റെ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും ഒരു പരിധിയിലധികം എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ സമൂഹത്തോടും സമൂഹത്തിലെ ഓരോ വ്യക്തിയോടും എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയുന്ന ആളാണ് ഞാൻ. അതിനെനിക്ക് എന്നെപ്പോലെ മറ്റൊരാളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലാത്ത സ്ഥിതിക്ക് മറ്റാരുടെയും സഹായമോ ഉപദേശമോ അങ്ങനെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ, ഇത്രയും അഹങ്കാരത്തിൽ സംസാരിക്കുമ്പോൾ, മര്യാദ മനസ്സിലാക്കി എന്താണെന്ന് പുതിയ പുതിയ മര്യാദകളും പുതിയ മൂല്യങ്ങളും ലോകത്തിൽ ആധുനികമായിട്ട് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ എന്താണോ ഇനി വേണ്ടത്, അതെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കി പരമാവധി അതിനൊത്ത് പെർഫോം ചെയ്ത് പ്രവർത്തിച്ച് പഠിച്ച് മുന്നോട്ട് പോവാതെ എനിക്ക് രക്ഷയില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒരിടത്തും ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ല, സ്ഥലമില്ല. അങ്ങനെ ഇനി ഞാൻ വിചാരിച്ചാൽ പോലും നടക്കത്തില്ലാത്ത സ്ഥിതിയാണ്. കാരണം അത്രയും മറ്റുള്ള ആളുകൾക്ക് ആവശ്യമാകാൻ പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാം. പിന്നെ എന്നിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നതിന് മുമ്പായിട്ട് ആ കാരണം പോയി തിരക്കുക. അതിനൊരിക്കലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ പെരുമാറേണ്ട
വരത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാനുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റും മേജർ ഷെയറും ഒക്കെ എനിക്ക് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അത് എങ്ങനെ തുടങ്ങിയെന്നും എങ്ങനെ പോകുന്നെന്നും എങ്ങനെ അവസാനിക്കുമെന്നും ഒക്കെയുള്ള കൃത്യമായ ധാരണ എനിക്കുണ്ട്. അത് മറ്റ് ഒരാളുടെ അറിവ് വെച്ച് അതിനെ വിലയിരുത്തുവാനോ അതിൽ പ്രവർത്തിക്കുവാനോ ഇടപെടുവാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഞാൻ മാറി എൻ്റെ പണി നോക്കും. കാര്യം നടക്കാതെ വന്നു കഴിയുമ്പോൾ വീണ്ടും എന്നെ ആളുകൾ അങ്ങോട്ട് ആനയിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പ്രകടമാക്കിയതിന് ശേഷമേ ഉള്ളൂ, എൻ്റെ നഷ്ടം നികത്തിച്ചതിന് ശേഷമേ ഉള്ളൂ ഞാൻ പിന്നീട് പ്രവർത്തിച്ച് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ ഉള്ള ആളാണ്. സമൂഹത്തോട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കടപ്പാടുള്ള ആളാണ്, ഒരു പൗരനാണ് ഈ രാജ്യത്തെ. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അത് എന്തിനെതിരെയാണോ ആർക്കെതിരെയാണോ ഞാൻ ചെയ്യുന്നത്, ആ സംഭവത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അനുകൂലമായ രീതിയിലേ ഉള്ളൂ ഞാനെല്ലാം ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. എനിക്കെൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് നടക്കാനുണ്ടാവും. എനിക്ക് അർഹതപ്പെട്ട കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ അനങ്ങത്തുള്ളൂ. എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുകയോ അർഹതയില്ലാത്തൊരു കാര്യം ഞാൻ വാങ്ങിക്കുകയോ അർഹതയില്ലാത്തൊരു കാര്യം ഞാൻ ആഗ്രഹിക്കുകയോ ചെയ്യാറില്ല. എൻ്റെ അർഹത ഞാൻ പരിശോധിച്ചതിന് ശേഷമുള്ളൂ ഒരു കാര്യത്തിന് ഞാൻ അവസാന നിമിഷം ഇറങ്ങുള്ളൂ. അതുതന്നെ ഞാൻ കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ്, എങ്കിലും ഞാൻ ഡബിൾ ചെക്ക് ചെയ്യുന്നതാണത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള എനിക്ക് വേണ്ട എന്തെങ്കിലും കാര്യം കാണും. ഇതൊന്നും അറിയാണ്ട് മറ്റ് കാര്യങ്ങൾ വെച്ച് എന്നെയോ എൻ്റെ കാര്യങ്ങളെയോ ഡിഫൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. അതെനിക്കൊന്നാമത് ഇഷ്ടമില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണത്. ആർക്കെങ്കിലുമൊക്കെ കയറി ഷൈൻ ചെയ്യാനും ഒന്നുമുള്ള കാര്യമല്ല അത്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എൻ്റെ പേരിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിന് എല്ലാവിധ തെളിവുകളോടും കൂടിയേ ഞാൻ ചെയ്യത്തുള്ളൂ. ഒരു കാരണവശാലും മറ്റു പേരുകളിൽ നിന്നോ ഒളിച്ചു നിന്നോ ഒന്നും ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. കാരണം ഞാൻ ചെയ്ത കാര്യത്തിൽ എത്രമാത്രം സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ ആലോചിച്ച് നോക്കി. ആദ്യം ഇതിൻ്റെ നാലിലൊന്നെങ്കിലും ചെയ്യുന്ന ഒരു ആളെ, എൻ്റെ പ്രായമുള്ള ഒരാളെ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് വേണ്ടേ എന്നോട് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ. അപ്പോൾ എന്തിനാണ് ഞാനങ്ങനെ ചെയ്തു വയ്ക്കുന്നത് എന്ന് വെച്ചാൽ, എനിക്കെൻ്റെ കാര്യം നടക്കണം. കാര്യം നടന്നതിന് ശേഷം എല്ലാം ഭംഗിയായിട്ട് ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. കാരണം സമൂഹത്തിന് മുന്നിൽ നിന്ന് ഓപ്പണായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ എനിക്ക് തെറ്റുവരും? ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല, വരത്തുമില്ല. ഒളിച്ചും പാത്തും ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേനുമാണ് പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നത്, പലർക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത്. പൊതുവായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കവിടെ മിസ്റ്റേക്ക് വരുത്താൻ പോലും രക്ഷയില്ല, മിസ്റ്റേക്ക് വരുത്തും കൂടെ ഇല്ല. അപ്പോൾ അത് കറക്റ്റായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് തന്നെയാണ്. അതെൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഓൾറെഡി തന്നെ
ആരെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുമ്പോഴത്തേനും എൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷമുള്ളൂ ആ കാര്യം മറ്റൊരാൾ അറിയുക വരെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതോടുകൂടി എൻ്റെ കാര്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും അറിയുമ്പോഴത്തേനും. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം, സമൂഹത്തെപ്പറ്റി നന്നായിട്ടറിയാം, വ്യക്തികളെപ്പറ്റി നന്നായിട്ടറിയാം. ഞാൻ എത്രത്തോളം വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താവും എന്നുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത്തരം വലിയ റിസ്കുകൾ എനിക്ക് ചെയ്യാമെങ്കിൽ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ കഴിവും സമൂഹത്തിലുള്ള എൻ്റെ ആധിപത്യവും വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ആധിപത്യവും വെച്ച് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ശരിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യരുതാത്തതാണ്, അത് ശരിയാണ്. പക്ഷേ ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി നിങ്ങൾക്കറിയാമല്ലോ. നമുക്കൊരു പുതിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റത്തെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്, അർഹതപ്പെട്ട കാര്യമാണ്, എന്നെ സംബന്ധിച്ച് ന്യായമുള്ള കാര്യമാണ്. അത് ഞാൻ ചെയ്യും. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരിക്കും. എൻ്റെ കാര്യം ഞാൻ നേടിയെടുക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേടിയെടുക്കാൻ ഉപയോഗിച്ച എൻ്റെ ടൂള്. അപ്പോൾ എല്ലാത്തിനും ഒടുവിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാപ്പ് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്, സമൂഹത്തിന് മുൻപിൽ, വ്യക്തികൾക്ക് മുൻപിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഉള്ള ആളുകൾക്കോ അങ്ങനെയുള്ളതിനോ മുൻപിൽ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയോ അറിവോ ഇല്ലാത്ത ആളുകളും, ഇങ്ങനെ ചെയ്യുവാനോ ചിന്തിക്കുവാനോ പ്രാപ്തിയില്ലാത്ത ആളുകളും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ആളുകളും, ഇതുകൊണ്ടൊന്നും പ്രയോജനങ്ങളില്ലാത്ത ആളുകളും, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരും ആളുകളും ഉണ്ടല്ലോ. അവർക്കൊക്കെ പല കാര്യങ്ങളും തോന്നുകയും പ്രവർത്തിക്കുകയും ഒക്കെ ഉണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്കെൻ്റെ ലക്ഷ്യമുണ്ട്, അത് നേടാനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബാക്കിയൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുജനത്തിന് മുൻപിൽ തുറന്ന് എൻ്റെ പേരിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് വരുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു പോകേണ്ടത് എന്ന് പറയുന്നത് ശരിയല്ല. അതിൻ്റെ ഭവിഷ്യത്ത് വരുമ്പോൾ എൻ്റെ കാര്യം എങ്ങനെ അതിനുള്ളിൽ നടത്തിയെടുക്കാമെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും കാര്യങ്ങളുമൊക്കെ എനിക്കുണ്ട്. ഒരു കാര്യം ഭംഗിയായിട്ട് തുടങ്ങി, ഭംഗിയായിട്ട് ചെയ്ത്, ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭംഗിയായിട്ടൊരു കാര്യം തുടങ്ങി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ എനിക്കറിയാം. ഇതിൻ്റെ ഈ 3 പാർട്ടും കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടിയേ തീരൂ. അപ്പം അതുകൊണ്ട് എനിക്കിതൊക്കെ കൃത്യമായിട്ട് എവിടെ തുടങ്ങുമെന്നും എങ്ങനെ മുന്നോട്ട് പോകുമെന്നും എവിടെ അവസാനിക്കുമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആകപ്പാടെ ഒരു വിഷമം,
ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് മുന്നിൽ നിന്ന് ആരെങ്കിലും വന്ന് കുത്തും എന്നുള്ളതാണ്. പക്ഷേ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഒരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. ആ വിഷമം കൊണ്ട് കുറച്ച് പരുങ്ങും, എനിക്കൊരു പരുങ്ങൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇനിയിപ്പോൾ ഓർക്കും ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് രക്ഷപ്പെട്ട് പോകാനുള്ള അല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചുളിവിലൊരു കാര്യവും വേണ്ട. ഞാൻ ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ പരസ്യമായിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഞാൻ അതിന് ഉത്തരം കൊടുക്കുന്നതായിരിക്കും. പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന എന്താണോ അതിൻ്റെ പ്രതിഫലം വാങ്ങിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. അതിലെനിക്ക് ഞാനെപ്പോഴും എനിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അത് പ്രാഥമികമായിട്ട് എനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായ രീതിയിൽ ആയിത്തീരാനുള്ളതാണ്. അതുപയോഗിച്ച് ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനം ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ആണ് ഞാനിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ ഞാനൊരു പഠിക്കുന്ന ആളാണെങ്കിലോ ഒരിക്കലും എനിക്കിങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ജീവിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊട്ട് സാധിക്കത്തുമില്ല. അപ്പോൾ സംതിങ് ബിഗ് ചെയ്യാനായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമൊക്കെ എനിക്ക് നിസ്സാരമായിരിക്കും. കാരണം അതെനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ്. കാരണം അത്ര വലിയ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്നേരം എന്നെ ഉപദ്രവിക്കാനോ എന്നെ പാഠം പഠിപ്പിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ പറയണ്ടല്ലോ. ഈ ഇത്രയും കേട്ടതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും നടപടിയുള്ള കാര്യമാണോ? എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമൂഹത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് എഡ്ജുള്ളപ്പം ഞാൻ അതിനപ്പുറം ഒരു സാധാരണ ഹ്യൂമൻ പെരുമാറുന്നതിനേക്കാളും മര്യാദയോടുകൂടി ഞാൻ പെരുമാറുന്നത് അവിടെ തന്നെ മറ്റുള്ള ആളുകളുടെ വാദങ്ങളെല്ലാം തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഞാനൊരു കാര്യം ഒളിച്ചും പാത്തും ചെയ്യത്തില്ല. പരസ്യമായിട്ട് എൻ്റെ പേരിൽ ചെയ്യത്തുള്ളൂ. ചെയ്തത് തന്നെയാണ്. അതിനെനിക്ക് എൻ്റേതായ ന്യായീകരണങ്ങളുണ്ടാവും. മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമൂഹത്തെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. മോശമായിട്ടുള്ള ഒരു കാര്യവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ റെസ്പോൺസിബിളാണ്. അത് നാളെ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാട്ടാനുള്ളതാണ് എനിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇടകീറി സമൂഹം പരിശോധിക്കും. അന്നേരം ഇതിനെല്ലാം ഉത്തരം പറയാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. എങ്ങോട്ടും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്ക് രക്ഷപ്പെടേണ്ട ആവശ്യവുമില്ല. അപ്പോൾ എൻ്റെ പേരിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനാണ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പൊതുമധ്യത്തിലാണ് അത് ചെയ്യുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഭാഗത്ത് ന്യായമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാനായിട്ട് തുടങ്ങിയ കാര്യം ഞാനായിട്ട് തന്നെ എനിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഭംഗിയായിട്ട് എനിക്ക് അവസാനിപ്പിക്കാൻ ഏറ്റവും മര്യാദയോടുകൂടി അതെനിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാനത് തുടർന്ന് പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമോ എനിക്കറിയത്തില്ല. ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റി എനിക്കറിയാം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, സുഗമമായിട്ട് രക്ഷപ്പെടാനുള്ള വഴി എനിക്കറിയാം. എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റി നന്നായിട്ടറിയാം. അപ്പം അതുകൊണ്ട് തന്നെ സുഗമമായ പല വഴികളും എൻ്റെ പക്കലുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മര്യാദയുള്ള ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ എന്നേക്കാളും മര്യാദ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അവർ ചോദിക്കുമ്പം എനിക്ക് ഉത്തരം പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിളാണ്. എനിക്കതിന് ന്യായമുണ്ട്. മനസ്സിലായി? എങ്ങോട്ടും ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും അഭിപ്രായം സെപ്പറേറ്റ് നേടിയെടുക്കേണ്ട ആളാണ് ഞാൻ. ആ രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുകയും ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു പൊതുസ്ഥലത്തിരിക്കുമ്പോൾ ഒരു പ്രായമായ ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിലും ഞാൻ എണീറ്റ് കൊടുത്തില്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും അപ്പം തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ചോദിക്കാം, അതാ എണീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എണീറ്റ് കൊടുക്കാതിരുന്ന മോശമായി പോയി എന്നുള്ളത്. ഞാൻ ചൂളി ഒരക്ഷരം പോലും മിണ്ടാണ്ട് എഴുന്നേറ്റ് ആ വ്യക്തി ഇരുത്തുന്നതായിരിക്കും. പക്ഷേ അതിന് ഞാൻ ഇടവരുത്തില്ല. ഞാനൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുപാടും ആരെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് എൻ്റെ കൂടെ ഇരുത്തി അതിൽ എൻ്റെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ചിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഇതുവരെ കരഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ വിശന്നിരുന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും കാര്യം നേടുമ്പോൾ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പ്രത്യേകം അങ്ങനെയാണ് വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും വ്യക്തികളോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു കാര്യം സമൂഹത്തിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതുമായിട്ട് എന്ത് സംഭവിക്കുമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ലേറ്റായിട്ട് തന്നെയാണ്. സാധാരണ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ ലേറ്റായിട്ടാണ് ഞാനൊരു കാര്യം ആലോചിച്ച് ചെയ്യുന്നത്. ഡബിൾ ചെക്ക്, ട്രിപ്പിൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ ആ കാര്യം ചെയ്യുന്നതിന് പ്രാപ്തനാണോ, അർഹനാണോ, ശരിയാണോ, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അത് മറ്റുള്ളവർക്കും കൂടി എൻ്റെ മാത്രം സ്വാർത്ഥമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ, അതോ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുള്ള കാര്യം, രണ്ടാമതൊരാൾ കൂടി പ്രയോജനമുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ സസൂക്ഷ്മം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമുള്ളൂ അവസാനമേ ഞാനൊരു കാര്യം ചെയ്തോളൂ. ചെയ്താൽ ചെയ്തു തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം ഞാനെടുക്കും. അതിനുശേഷം അത് ഭംഗിയായിട്ട് ആർക്കും ഒരു പരിക്കും കൂടാണ്ട് അത് അവസാനിപ്പിക്കാനായിട്ട് എനിക്കറിയാം. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വെല്ലുവിളിക്കുകയും ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് വെക്കുകയും ചില കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വേറെ വഴിയില്ല. അങ്ങനെ ജീവിക്കേണ്ട ഒരാളാണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുകയും, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ അവൈലബിൾ ആണ്, അത് കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, എന്നെ ഇഴകീറി സമൂഹത്തിൽ പരിശോധിക്കപ്പെടുകയും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾ പരിശോധിച്ച് എൻ്റെ ഉത്തരം കേട്ട് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. എങ്ങോട്ടും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എന്നെ മര്യാദ പഠിപ്പിക്കാനും എന്നെ ഉപദേശിക്കാനും എന്താ പറയുക, അത്തരം കാര്യങ്ങൾക്കൊക്കെ തുനിയുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് ഒന്ന് പോയി അന്വേഷിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നിൽ നിന്നും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് സങ്കടമാണ്. ആദ്യമൊക്കെ കുറേ ദേഷ്യം വന്ന് എനിക്ക് സങ്കടമാണ് എൻ്റെ മുമ്പിൽ ഒരാൾ തോറ്റു പോകുക എന്നുള്ളത്. ഞാനൊരു കാര്യം ചെയ്താൽ ജയിക്കാൻ ഉള്ള സകല കാര്യങ്ങളും, ജയിക്കാൻ അർഹനായെങ്കിലേ ഉള്ളൂ, അർഹനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാനൊരു കാര്യം ചെയ്യാറുള്ളൂ. പലപ്പോഴും എനിക്ക് കോമ്പറ്റീറ്റർ പോലും ഇല്ല ഒരു കാര്യത്തിനും. എനിക്കൊരു കോമ്പറ്റീറ്ററിനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ആദ്യം ഇതിൻ്റെ പകുതിയെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ട് വേണ്ടേ കോമ്പറ്റീഷൻ ഒരാൾ വരാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് ഒരു പാർട്ട്ണർ വേണ്ടേ?
അപ്പോൾ ആ പാർട്ട്ണർ എത്രത്തോളം കഴിവുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളായിരിക്കും എന്ന് എനിക്കറിയാം. ഓരോ ആളുകളും ജീവിക്കുന്ന ഓരോ ഇഷ്ടങ്ങളും ഓരോ കഴിവുകളുമായിട്ടല്ലേ. നമുക്ക് മുമ്പുള്ള തലമുറകൾ ചെയ്യുന്ന പോലെ ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ട് എൻ്റെ ഇത് വെച്ച് ഞാൻ ഒരാളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടിമയാക്കി അവരെ ചുമന്നുകൊണ്ട് കിടക്കുന്ന പരിപാടി ഇനി നടക്കുമോ? സ്ത്രീകളായ ആളുകൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇപ്പോഴും സ്വന്തം പേരിൻ്റെ അവസാനം സ്വന്തം അച്ഛൻ്റെ എഴുതുന്നവരെ, ഹസ്ബൻഡിൻ്റെ പേരിന് പകരം സ്വന്തം അച്ഛൻ്റെ പേര് എഴുതുന്നവരേ ഉള്ളൂ മെയിനായിട്ടും സ്ത്രീകൾ വളർന്നു വന്നിട്ടുള്ളൂ. കഴുത്തേ കിടക്കുന്ന താലിമാലയും കയ്യിലെ വെഡ്ഡിങ് റിങ്ങും ഇനിയും ഒഴിവാകാനുണ്ട്. എൻ്റെ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയായിരിക്കും. എൻ്റെ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പാർട്ണറെ, എനിക്കൊരു പാർട്ണർ വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കഴുത്തെ താലി ഇടാൻ ആഗ്രഹമില്ലാത്ത ആളുകളും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് റിങ് ഇടാൻ താല്പര്യമില്ലാത്ത ആളുകളും, പേരിൻ്റെ അവസാനം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വെക്കാൻ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. അവരെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി, എൻ്റെ കഴിവുകൾ ബോധ്യപ്പെടുത്തി, ഞാൻ അവർക്ക് യോജിച്ച ആളാണ് എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇതേ രാജ്യത്ത് ഇതേ സിസ്റ്റത്തിൽ എനിക്ക് ജീവിച്ചു പോകണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്ത്രീകൾ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം റിസ്കി ആയിരിക്കും അതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ ചിന്തിക്കേണ്ടത്. എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഞാൻ പോകുന്നതെന്നുള്ളത് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് ഒരാളോട് മര്യാദയോട് കാണിക്കാൻ, ഏതെങ്കിലും നിലവാരത്തിൽ മര്യാദയോട് കാണിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മര്യാദയോട് ഇനി ഞാൻ കാണിക്കണമെന്ന് തന്നെ വെച്ചാൽ എങ്ങനെ കാണിക്കും? സമൂഹത്തിന് മുമ്പിൽ തുറന്നാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു മര്യാദയുടെ ലാഞ്ചന എങ്ങാനും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ അത് കൗണ്ടർ ചെയ്യും. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ലക്ഷ്യം കിട്ടത്തില്ല. ഒന്ന്. രണ്ട്, ഒന്നിനോട് ചേർന്ന് തന്നെയാണ്, ഞാൻ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരാളല്ല. മൂന്ന്, ആളുകൾ അതിന് സമ്മതിക്കത്തുമില്ല. ഇത്രയും കാര്യങ്ങളുള്ളപ്പം ഞാൻ അങ്ങനെ ഒരു മര്യാദയോട് ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്നെ അപമാനിക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊരു സ്ത്രീയാണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോകത്തില്ലേ? ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇത്രയൊക്കെ കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് മുമ്പിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞേക്കാം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ കേവലം ഒരു പുരുഷനെ പോലെ എന്നെ കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? അതിനെപ്പറ്റി നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, പേരിൻ്റെ അവസാനം ഹസ്ബൻഡിൻ്റെ പേര് മാറ്റി സ്വന്തം അച്ഛൻ്റെ പേര് ഇടാവുന്ന അത്രയും വരെ എത്തിയിട്ടുള്ളൂ. കഴുത്തിലെ താലിമാലയും വിരലിലെ മോതിരവും ഇനിയും മാറാൻ കിടപ്പുണ്ട്. നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലായിരിക്കും, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ ജീവിക്കേണ്ട ആളാണ്. എനിക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ന്യായം പറഞ്ഞാൽ പോരാ, എൻ്റെ കാര്യം നടക്കത്തുമില്ല, അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഞാൻ വരുമ്പോൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് എൻ്റെ കാര്യം കൈകാര്യം ചെയ്യാമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് സന്തോഷത്തോടെ മാപ്പ് പറഞ്ഞ് പിരിയാമായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരുടെയും കൂടെ കൂടി എന്നെ അപമാനിച്ചു.
നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ലായിരിക്കും, കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്ന ആൾ ഞാനാ. നിങ്ങൾ സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാളെ അഫോർഡ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എത്രത്തോളം സ്ട്രഗിൾ ആയിരിക്കും എനിക്കെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ നിങ്ങളതിനെ കടക്കലെ വെട്ടുന്ന തരത്തിൽ എന്നോട് ബിഹേവ് ചെയ്യുമ്പോൾ അത് ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ് എന്നുള്ളത് തിരിച്ചറിയുക. അത്രയേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ നിങ്ങൾ എന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്കെൻ്റെ കാര്യം നേടിയെടുത്തേ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിയാണെങ്കിലും എനിക്കെൻ്റെ കാര്യം നേടിയേ പറ്റത്തുള്ളൂ. രക്ഷയില്ല, അല്ലാണ്ട് എനിക്ക് രക്ഷയില്ല. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കാര്യം ചെയ്ത ആളാണ്. എൻ്റെ പേരിലാണ് ചെയ്തത്. ചെയ്ത കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പബ്ലിക്കലി എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിരെ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ ഒരു കാര്യം എനിക്കൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ എന്നാൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ അന്ന് ഉറങ്ങാം, അയാളോട് ക്ഷമ പറയാണ്ട് ഉറങ്ങാൻ പറ്റാത്ത ആളാണ് ഞാൻ. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ, സ്വാതന്ത്ര്യബോധമുള്ള സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിരുന്നു. എനിക്കറിയാം ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത്. ഒന്ന്, എനിക്ക് ആ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീയാണ് ഈ കാര്യം നോക്കുന്നതെങ്കിൽ അവർ രണ്ട് കാര്യങ്ങളായിരിക്കും നോക്കുക. ഒന്ന്, ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് പുറത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അതെനിക്കുണ്ട്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. രണ്ട്, എന്നാൽ ബാധിക്കപ്പെട്ട ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഈ രണ്ട് കാര്യങ്ങളെ സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീ നോക്കത്തുള്ളൂ. ഇതെനിക്കറിയാം. ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കാര്യവും വളരെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു തരികിടെ ഈ രണ്ട് കാര്യത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഒരിക്കലും ഇവിടെ ഒന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുതൊന്നും പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് ആവർത്തിക്കപ്പെടാനോ ഉള്ള കാര്യമല്ല അത് എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിത് പരസ്യമായിട്ട് തന്നെ ചെയ്തത്. കാരണം അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ചെയ്ത കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ രക്ഷപ്പെടരുതെന്ന് എനിക്ക് തന്നെ നിർബന്ധമുണ്ട്. ഒരു പക്ഷേ കാര്യം ഗൗരവമാകുമ്പോൾ പേടി കൊണ്ട് ഞാൻ പിന്തിരിഞ്ഞ് ഓടിയേക്കാം. പക്ഷെ എന്നാൽ പോലും ശരിയാണെന്ന് എനിക്ക് 100% ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അത് തെറ്റാണെങ്കിൽ ഞാൻ എവിടെ പോയി ഓടി ഒളിച്ചാലും എനിക്ക് ശിക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ. ഒരിക്കലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കത്തില്ല. ഞാൻ വിചാരിച്ചു സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീയുടെ മുന്നിലെത്തുമ്പോൾ ഇത്രയൊക്കെ ചെയ്ത എൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി അവിടുന്ന് മാപ്പ് പറഞ്ഞ് പിരിയാനായിട്ടാണ് ഞാനിരുന്നത്.
പക്ഷേ നിങ്ങൾ എവിടെയാണ് നിന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, എനിക്കതിന് ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടുണ്ടായത് അനാവശ്യമായ ഒരു സ്ഥലത്തു നിന്നാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാനൊരു കാര്യം ചെയ്തത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. ഒരു സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീയുടെ അടുത്തേ ഉള്ളൂ ഞാൻ എത്തിപ്പെടത്തുള്ളൂ, അവർക്ക് എന്നെ പിടികൂടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ഇതെന്നാണ് എന്നൊന്നും വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ല, ഒന്നും പിടികിട്ടത്തില്ല. ഞാൻ എന്നാണ് ചെയ്തതെന്നുള്ളത് ഞാൻ തന്നെ വിവരിക്കാനായിട്ട് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാവുമോ? പക്ഷേ ഒരു സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവുകയും അവരുടെ മുമ്പിൽ ഞാൻ പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് എൻ്റെ കാര്യം ഞാൻ തീർത്ത് വയ്ക്കാൻ ഉള്ള വ്യഗ്രതയിലായിരുന്നു ഞാൻ. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് തുനിഞ്ഞത്. എൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു പരിക്കും ഉണ്ടാക്കാതെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ ഞാനതിന് മാപ്പ് പറഞ്ഞ് പിരിയാൻ വേണ്ടി ഇരുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആത്യന്തികമായിട്ട് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി മുന്നോട്ട് ഇതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാൻ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഞാനിങ്ങനെ വളരെ സുഗമമായിട്ട് രക്ഷപ്പെട്ടു പോകും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ന്യായമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. രക്ഷപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും, അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാൻ ഇതുവരെ ഒരു തെറ്റ് ചെയ്യുമെന്നുള്ളൊരു ബോധം എനിക്കില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഒരാളോട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ക്ഷമ പറയാതെ ഉറങ്ങാൻ പറ്റാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എൻ്റെ ഈ അബദ്ധവശാൽ പോലും അങ്ങനെ സംഭവിക്കാറേ ഇല്ല. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഞാനിതിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രത്തോളം വിവരമുള്ള സ്ത്രീയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. വിവരമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായി കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ സർനെയിമിൻ്റെ സ്ഥാനത്ത് അച്ഛൻ്റെ പേര് ഇടാനുള്ള അത്രയും വളർന്നു എന്നുണ്ടെങ്കിൽ നാളെ ഒരു സ്ത്രീക്ക്, ഒരു പെണ്ണിന് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ താലിമാലയും മോതിരവും വെഡ്ഡിങ് റിങ്ങും ഒഴിവാക്കാനുള്ള ഒരവസരം കൂടി ഉണ്ടാക്കണ്ടേ? ഒരുപാട് പേര് പണിയെടുത്തല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ സ്ത്രീകൾ എത്തിയിരിക്കുന്നത്. അപ്പം അതിനോട് ചേർന്ന് എന്ന് ചിന്തിച്ച് ഞാനൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഉപദ്രവിക്കുന്നതിന് പകരം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തരേണ്ടതല്ലേ? ഞാൻ വിചാരിച്ചത്, ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ പേരിൽ പരാതിയും ഇല്ലാത്ത സ്ഥിതിക്ക്
നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എങ്ങനെ അതിന് ചെയ്യാതിരിക്കും? കാരണം എന്നെപ്പോലെ ഒരാളെ മനുഷ്യയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. അത് ജീവിതത്തിൽ മര്യാദകൾ എന്താണെന്ന് അറിഞ്ഞ സ്ത്രീകളോട് ചോദിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അവർക്കേ മനസ്സിലാകത്തുള്ളൂ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗുണമെന്നുള്ളത്. എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഒരു സ്ത്രീക്ക്, ഒരു സ്വാതന്ത്ര്യബോധമുള്ള സ്ത്രീക്ക് എങ്ങനെയാണ് എന്നെ കണ്ടില്ലെന്ന് വെക്കാൻ സാധിക്കുന്നത്? എനിക്ക് അത്ഭുതമാണ്. ഓരോ ആളുകളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ, ഓരോ ആളുകളൊക്കെ അവരവരുടെ എത്രയോ തവണ തിരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഒരു തവണ തിരഞ്ഞെടുത്തുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആഗ്രഹിക്കുന്ന ജീവിതം, ഇഷ്ടപ്പെട്ട ജീവിതം ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ എന്നെക്കാളും നന്നായിട്ട് ഒരു സ്ത്രീയായ നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഇപ്പം ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? എൻ്റെ ഭാഗത്തല്ലേ ന്യായമായിട്ട് നിങ്ങൾ നിൽക്കേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്, ആവശ്യം എനിക്കുണ്ട്. അത് മറ്റൊരാൾക്കും കൂടെ പ്രയോജനമുള്ള, എനിക്ക് മാത്രമല്ല മറ്റൊരാൾക്കും കൂടെ പ്രയോജനകരമാകുന്ന കാര്യമാണ്. അത് ഭംഗിയായിട്ട് ആർക്കും പരിക്ക് പറ്റാത്ത രീതിയിൽ, ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭേദമാക്കി അവസാനിപ്പിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. എന്നെപ്പോലെ ഒരാൾ വളരെ മാന്യമായിട്ട് ഇതെല്ലാം, മാന്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടർ കോമയിലാണ്, മാന്യമായിട്ട് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വളരുന്ന ഒരു തലമുറ, അടുത്ത തലമുറയിൽ എൻ്റെ അടുത്ത തലമുറ വളർന്നു വരണം. നോർമലായിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പവും കൂടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരമുണ്ട്. ആ തലമുറ വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കണ്ടേ? അതിൻ്റെ ബാധ്യതയില്ലേ ഒരു മുൻ തലമുറയിലുള്ള ആളെന്നുള്ള നിലയിൽ എനിക്കും എന്നെപ്പോലുള്ള ആളുകൾക്കും? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ആരെങ്കിലും ബുദ്ധിമുട്ടി അത് ചെയ്യുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഒരു ഏറ്റവും സ്വാതന്ത്ര്യം ഉള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. നിങ്ങൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യബോധം ഉള്ള ആളാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ അളക്കാൻ ഞാൻ ആളുമല്ല. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, എനിക്കുണ്ടായ, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എന്നോടുള്ള പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാനത് അനലൈസ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ദെൻ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ ചിന്തിക്കാതെ പോയ എന്തെങ്കിലും വശം ഉണ്ടെങ്കിൽ അതെനിക്ക് പഠിക്കാനാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിന് അത് സഹായകരമാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്ത് ജീവിക്കുവാനും
നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു കാരണം കാണുമല്ലോ. അപ്പം അതെനിക്ക് അറിയത്തില്ല എത്രമാത്രം അതിനെത്രമാത്രം കനമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് ഞാൻ ആളല്ല അതളക്കാൻ. അപ്പം അതുകൊണ്ട് എൻ്റെ പരാതി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ബോധിപ്പിച്ചിരിക്കുന്നു. ഇത് വാല്യുബിളായിട്ടുള്ള പരാതിയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും. അപ്പോൾ ഈ പരാതിക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആ പരിഹാരം ഉണ്ടാക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. താങ്ക് യു.